ഹലോ, എല്ലാവർക്കും നമ്മുടെ ഈല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സ്, അതായത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട്. ഇതൊരു പിങ്ക് കളർ, നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇത് നമ്മുടെ സീഡ്ലിംഗ് പ്ലാന്റ്സിനേലും കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതൊരു നെറ്റ് പോട്ടിലാണ് വരുന്നത്. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിലേ സൈസും ഡീറ്റെയിലൊക്കെ മനസ്സിലാവുള്ളൂ. അത്ര വലിയ പ്ലാന്റല്ല, ഞാൻ എടുത്ത് പറയുകയാണ്. സീഡ്ലിംഗ് പ്ലാന്റിനേലും കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റാണ്. 150 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. തായ് പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് മെച്യൂർഡ് ആകുന്തോറും ലീഫ് നല്ല പിങ്ക് ഷെയ്ഡ് മാത്രമായിട്ട് വരും. നല്ല ഭംഗിയുള്ളൊരു ലീഫാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. ഇതും സീഡ്ലിംഗ് പ്ലാന്റിനേലും കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റാണ്. നെറ്റ് പോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ സീഡ്ലിംഗ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സാണ്. അതായത് വലിപ്പം വെച്ചിട്ട് കൊടുക്കാൻ വെച്ച പ്ലാന്റ്സാണ്. 160 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു മദർ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ട്വിങ്കിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരു ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു പീച്ച് കളറുമാണ് വരുന്നത്. ഇതിൻ്റെ ലീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റൗണ്ട് ലീഫായിരിക്കും. പിന്നെ ഒരു ക്യാബേജ് പോലെ ഉള്ളൊരു ലീഫുകളാണ്. ക്യാബേജൊക്കെ നിൽക്കുന്ന, ക്യാബേജിൻ്റെ പ്ലാന്റ് നിൽക്കുന്നതില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ലീഫ്. ഇങ്ങനെ റൗണ്ടിൽ നല്ല രസമായിട്ട് നിൽക്കും. ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഫ്ലവറൊക്കെ വന്ന് പോയതാണ്. മദർ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. 250 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. സാധാരണ അഗ്ലോണിമേനേക്കാളും കുറച്ച് നീളം കൂടിയ ലീഫുകളായിരിക്കും. അധികം വണ്ണമില്ല ലീഫിന്. നല്ലൊരു റെഡ് ഷെയ്ഡുമാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. സീഡ്ലിങ്ങിനേലും കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റാണ്. നല്ല റെഡ് ഷെയ്ഡ് വരും. ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയായിരിക്കും. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ആയിരിക്കും. ഈ ഒരു സൈസ് പ്ലാന്റിന് 160 ആണ് റേറ്റ് വരുന്നത്. 160 രൂപയാണ് ഈ ഒരു റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് നല്ല റെഡ് ഷെയ്ഡ് വരും. ഇങ്ങനെ ഇതുപോലത്തെ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും. ഇത് നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത്. സീഡ്ലിംഗ് പ്ലാന്റിനെല്ലാം കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റാണ്. ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. 160 ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. 160 രൂപയാണ്. ഈ ഒരു പ്ലാന്റ് മെച്യൂർഡ് പ്ലാന്റിനൊക്കെ 300 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. ഇത് നല്ല കളർ വന്ന പ്ലാന്റാണ്. ഇതുപോലത്തെ കളർ വന്ന പ്ലാന്റ്സ് പെട്ടെന്ന് പിന്നീട് വരുന്ന ലീഫുകളും അതുപോലെ നല്ല കളറായിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 160 തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. 3 കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ നല്ലൊരു പിങ്കും അതുപോലെ ഒരു വൈറ്റും ഗ്രീനുമാണ് ഷെയ്ഡ് വരുന്നത്. ഇതിപ്പോൾ അത്ര വലിയ പ്ലാന്റ് അല്ല, ഒരു മീഡിയം സൈസാണ്. പക്ഷേ മദർ പ്ലാന്റ് തന്നെ പറയാം നമുക്ക്. ഫ്ലവറൊക്കെ വന്ന് പോകാറായി നിൽക്കുന്ന പ്ലാന്റാണ് ഫ്ലവർ. അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസായിരിക്കും. ഈ ഒരു സൈസ് പ്ലാന്റിന് 220 ആണ് റേറ്റ് വരുന്നത്. 220 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല കളറൊക്കെ വന്ന സ്റ്റാർ ഡസ്റ്റാണ്. ഈ ഒരു ഇതുപോലത്തെ കളർ വന്ന പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് എന്നുണ്ടോ. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ്. എല്ലാ പ്ലാന്റും ഈ ഒരു സൈസൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാം നല്ല കളർ വന്ന നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊന്നും അധികം വലിപ്പം വെക്കില്ല പ്ലാന്റിന്. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിട്ട് നല്ല കളറോടുകൂടി തന്നെ നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. 220 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റാണ്. നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ്. പ്ലാന്റ് മെച്യൂർഡ് ആകുന്തോറും ലീഫ് നല്ല വൈറ്റ് ഷെയ്ഡ് മാത്രമായിട്ട് വരും. ഈ ഔട്ട്ലൈൻ മാത്രം ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്.
ഇതിപ്പോൾ പുതിയ ലീഫിന് നല്ല വൈറ്റ് ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലീഫ് ഇതിലും കൂടുതൽ വൈറ്റ് ഷെയ്ഡ് വരും. അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. മെച്ചുവേർഡ് ആവുന്തോറും ഫുൾ വൈറ്റ് ആയിട്ട് വരും. ഈ ഒരു സൈസ് പ്ലാന്റ് 190 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ജയ്പോങ് റെഡിൻ്റെ ഒരു റൗണ്ട് ലീഫ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിന് കളർ കയറി വന്നിട്ടില്ല. റെഡ് ഷെയ്ഡായിട്ട് വരും, നല്ല റെഡ് ഷെയ്ഡായിട്ട് വരും. ഈ ഗ്രീൻ ഷെയ്ഡ് മാറി മെച്ചുവേർഡ് ലീഫിന് നല്ല റെഡ് ഷെയ്ഡായിട്ട് വരും. ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു ജയ്പോങ്ങിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഇതിപ്പോൾ ഗ്രീനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു പ്ലാന്റിന് നല്ല ഭംഗിയുണ്ട്. റെഡ് വന്നില്ലെങ്കിലും ഗ്രീൻ ഷെയ്ഡ് തന്നെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ഇത് ജയ്പോങ്ങിൻ്റെ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു ആലിലയുടെ ഷേപ്പാണ് ഇതിൻ്റെ ലീഫിന്. ഇത് മെച്ചുവേർഡ് ആവുന്തോറും നല്ല റെഡ് ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫിന്. ഇതിപ്പോൾ ഗ്രീൻ ഷെയ്ഡോടുകൂടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഗ്ലേസിങ് ഉള്ള ലീഫുകളാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും ഈ ഒരു ജയ്പോങ്ങിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത്. പിന്നെ ഉള്ള സൈസ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ വലിയ പ്ലാന്റ് നോക്കി കൊടുത്തു പോകും. ഇതിപ്പോൾ പുതിയ ലീഫിൽ റെഡ് ഷെയ്ഡ് കയറി വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റെഡ് ഷെയ്ഡ് കയറി വരുന്നത് ഇതുപോലത്തെ നല്ല റെഡ് ഷെയ്ഡായിട്ട് വരും. അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് വലിയ പ്ലാന്റ് കൊടുത്തു പോകട്ടോ. 200 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ആന്തൂര്യത്തിൻ്റെ നമ്മൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് പേര് സിംഗിൾ ഷൂട്ട് ചോദിച്ചതുകൊണ്ട് നമ്മൾ സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. 300 ആണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു ആന്തൂര്യം മിനിയേച്ചർ ടൈപ്പാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റാണ്. 350, 400 എബവ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് ചെറിയ പ്ലാന്റിന് തന്നെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് 300-ന്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എങ്കിലേ നമ്മൾ പുതിയ വീഡിയോസും നല്ല ഓഫർ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.